അതായത് വനം വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരപ്പാഴാണ് എന്ന് പറയാനായിട്ട് നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു മന്ത്രി സംസ്ഥാനത്തിന് എന്ന് പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറക്കുന്നത്? വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സർക്കാർ ചെയ്യാത്ത പക്ഷം മലയോര മേഖലയിൽ അത് വലിയ ദുരന്തമായിട്ട് മാറും. ഈ സർക്കാർ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ സർക്കാർ നേരിടും. ശശീന്ദ്രൻ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ രാജി ആദ്യം സർക്കാർ എഴുതി വാങ്ങാൻ വേണ്ടി തയ്യാറാവണം. ചിഞ്ചു റാണിയൊക്കെ എന്തിനാണ് മന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്രാവശ്യം ഈ സർക്കാരിന് തിരിച്ചടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രിസിറ്റി ബില്ലാണെന്നേ. നമസ്കാരം. ഇന്നലെ വയനാട് ജില്ലയില് ഒരാളെ കടുവ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. ഇത് വനം വകുപ്പിന്റെ വീഴ്ചയാണ്. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വനം വകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ സാർ എന്ത് പറയും? അതായത് വനം വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരപ്പാഴാണ് എന്ന് പറയാനായിട്ട് നമ്മൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെറും മരപ്പാഴാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു മന്ത്രി സംസ്ഥാനത്തിന് എന്ന് പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം വനംവകുപ്പ് പോലെയുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയെ സംബന്ധിച്ചിട്ട് അയാൾക്ക് സ്ഥലകാല ബോധമുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാളുടെ പാർട്ടി NCP എന്ന് പറയുന്ന പാർട്ടി ഏതൊക്കെയാലും ഇപ്പോൾ നാമാവശേഷമായി എന്ന് വേണം നമ്മൾ കരുതാറുണ്ട് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി. പക്ഷേ എങ്കിൽ തന്നെ മുഖ്യമന്ത്രി വളരെ ഗൗരവപൂർവ്വം ഇടപെടേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ വനംവകുപ്പ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഇന്നലെയും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് വയനാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പുലി പിടിച്ച് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നതോടുകൂടി സർക്കാരിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് ചിലർ കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലെന്ന്. 10 ലക്ഷം ആർക്ക് വേണം? ഒരു മനുഷ്യന്റെ ജീവിതത്തിന് 10 ലക്ഷം രൂപ വിലയിടാൻ വേണ്ടി സർക്കാർ ആരാണ്? ഒരു മനുഷ്യന്റെ ജീവന് 10 ലക്ഷം മാത്രമേ ഇവിടെ വിലയുള്ളൂ. കൃത്യമായിട്ട് വന്യമൃഗങ്ങളെ എങ്ങനെ കാടിനുള്ളിൽ തന്നെ നിർത്താം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനമൊക്കെ നടത്തി ഒരു പദ്ധതി തയ്യാറാക്കി അത് നടപ്പിലാക്കുകയല്ലേ വേണ്ടത്. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറക്കുന്നത്? അതിനെക്കുറിച്ച് ഗഹനമായ ഒരു റിസർച്ച് തന്നെ ആവശ്യമുണ്ട്. അതിനുശേഷം പിന്നീട് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ടൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെ ക്രമീകരിക്കാൻ വേണ്ടി പറ്റും? ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറഞ്ഞതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത്. അത് വിട്ടിത്തരമാണെങ്കിലും 1 കോടി രൂപയ്ക്ക് ആടിനെ മേടിച്ച് വനത്തിലേക്ക് അയക്കണം എന്നൊക്കെയുള്ളൊരു നിലപാട് പറയുകയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വനത്തിനുള്ളിൽ തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ രീതിയിലുള്ള മൃഗങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വന്യമൃഗങ്ങൾ കാട് കടന്ന് നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ് ഒക്കെ മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെയുള്ള ഒരു കനാല് കീറുക, അതിനുശേഷം അവിടെ ഫെൻസിങ് പിടിപ്പിക്കുക, ഫെൻസിങ് സെറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ. പക്ഷെ അത് ചെയ്യാൻ സാധിക്കാതെ ഇതൊക്കെ അവിടെ ഒരു ഫെൻസിങ് ഒക്കെ കെട്ടിയതിനു ശേഷം ഈ വനത്തെ തന്നെ ഏറ്റവും നല്ല ടൂറിസം മേഖലയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഈ വനത്തെ ക്രമീകരിച്ചാൽ മതി. അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് വേണം? ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണം, ഒരു സ്റ്റഡി വേണം. ഈ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവുന്നില്ല. കാരണം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു വനംവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വനം ഏതാണ്, നാട് ഏതാണ് എന്നറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം 2 ദിവസം എനിക്ക് തോന്നുന്നു ഈ വനംവകുപ്പ് മന്ത്രിയെ കൊണ്ട് കാട്ടിനകത്തേക്ക് ഇടണം. കാട്ടിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാകും. എത്ര മനുഷ്യ ജീവനുകളാണ് ഓരോ ദിവസവും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ഉത്തരവാദിത്വം വേണ്ട സർക്കാരിന്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് പറയാം, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടെങ്കിലും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സർക്കാർ ചെയ്യാത്ത പക്ഷം മലയോര മേഖലയിൽ അത് വലിയ ദുരന്തമായിട്ട് മാറും. ഈ സർക്കാർ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ സർക്കാരിന് നേരിടും. ആ ഒരു ബോധ്യമെങ്കിലും ഈ സർക്കാരിന് വേണ്ടേ. പണ്ട് ഈ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളൊക്കെ ഇതേ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നില്ല. പക്ഷെ ഇതിപ്പം അത് ഗണ്യമായിട്ടല്ല ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന്റെ ജീവന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഞാൻ പറയുന്നത് ഈ മന്ത്രിയെ, അതായത് ശശീന്ദ്രൻ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ രാജി ആദ്യം സർക്കാർ എഴുതി വാങ്ങാൻ വേണ്ടി തയ്യാറാവണം. കാരണം ഒരു മരപ്പാഴാണെന്ന് അയാള്. കാരണം ഇങ്ങനത്തെ ആളുകളെയൊക്കെ ഇവിടെ മന്ത്രിയാക്കി വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം ഈ സർക്കാരിനകത്ത് തന്നെ മരപ്പാഴകളുടെ വേറെ കുറെ മന്ത്രിമാരും കൂടെ ഉണ്ട്. വേറൊരു മന്ത്രിയുണ്ട്, ചിഞ്ചു റാണിയൊക്കെ എന്തിനാണ് മന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ജസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെങ്കിലും ഒന്ന് വ്യക്തമാക്കി, ചിഞ്ചു റാണി എന്തിനാണ് കേരളത്തിൽ മന്ത്രിയായിട്ടിരിക്കുന്നത്? മൃഗസംരക്ഷണ വകുപ്പാണ് അവരുടെ വകുപ്പ് എന്ന് പറയുന്നത്. കാരണം അവർ ആകെപ്പാടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിക്ക് വസന്ത വന്നു കഴിഞ്ഞാൽ എല്ലാ ഫാമുകളിലെ കോഴിയെ കൊന്നുകളയാൻ വേണ്ടി പറയും. അതിനുശേഷം അതിനൊരു ഗ്രാൻഡ് കോഴി കർഷകർക്ക് കൊടുക്കും. അത് ഈ കോഴി കൃഷി ചെയ്യാത്ത ആളുകൾക്കും ഇവരെ ഗ്രാൻഡ് അനുവദിച്ചു കൊടുക്കും. കാരണം 100 കോഴിയെ വളർത്തുന്ന ഫാമിനാണെങ്കിലും 10,000 കോഴിയുടെ വരെ പൈസ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊന്നും അല്ലെന്ന് വേണ്ടത്. കാര്യപ്രാപ്തിയുള്ള മന്ത്രിമാരെ വേണം
ഓരോ വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ചുമതലകളിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മന്ത്രിയുണ്ട്, കെ കൃഷ്ണൻകുട്ടി. അത് മറ്റൊരു മരപ്പാഴാണ്. വൈദ്യുതി വകുപ്പ് പോലുള്ള എത്രയും സുപ്രധാനമായിട്ടുള്ളൊരു വകുപ്പ്, ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണോ ഈ കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിക്കണ്ടേ? മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ലേ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും അവരുടേതായിട്ടുള്ള വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും രോഗങ്ങളിലേക്കും ഒക്കെ കടക്കും. അതിനനുസരിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ട സമയത്തും ഈ അധികാരത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് മര്യാദയാണെന്നേ? ഇലക്ട്രിസിറ്റി ബോർഡിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്രാവശ്യം ഈ സർക്കാരിന് തിരിച്ചടിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രിസിറ്റി ബില്ലാണെന്നേ. ഈ ഇലക്ട്രിസിറ്റി ബില്ലിലെ സുതാര്യതയില്ലായ്മയാണ്. കൊള്ളയടിക്കൂല ജനങ്ങളെ. ഇലക്ട്രിസിറ്റിയും ഭക്ഷണവും ഒക്കെ സാധാരണക്കാരൻ്റെ അവകാശങ്ങളിൽപ്പെട്ടതല്ലേ, മൗലിക അവകാശങ്ങളിൽപ്പെട്ടുള്ളതല്ലേ. അതിന് പോലും ഇത്രയും ചാർജ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സർക്കാരിലേക്ക് നമ്മൾ നികുതി കൊടുക്കുന്നത്? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സർക്കാർ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സർക്കാർ നികുതി പിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് ഗ്രാന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് നൽകാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അവർ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരില്ലേ. അതുകൊണ്ട് തന്നെ കെ കൃഷ്ണൻകുട്ടിയെ പോലുള്ള മന്ത്രിമാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരണമെന്നേ. ഇനിയും സമയമുണ്ടല്ലോ സർക്കാരിന്. പിന്നെ മറ്റൊരു മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ. നാട്ടിലുള്ള ആരെക്കുറിച്ചെങ്കിലും പിഴപ്പ് പറയണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ. പുള്ളി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വാഷ്റൂമിലിരിക്കുന്ന സമയത്തൊക്കെ പുള്ളിക്ക് ഒരുപാട് ഐഡിയാസ് വരും. ആ ഐഡിയകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് പൊതുജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് കെ ബി ഗണേഷ് കുമാർ. അതായത് ഒരു KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു AC പോലും ഇല്ലാതെയാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ ഈ ഡ്രൈവർമാർ ഓടിക്കുന്നത്. ഈ കാറ്റടിക്കുമ്പോഴും ഒക്കെയുള്ള ഒരു വിഷമം എന്താണെന്ന് കെ ബി ഗണേഷ് കുമാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ആ ലോങ് ട്രിപ്പ് പോകുന്ന ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു കുപ്പി കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ എന്തെല്ലാം ഡ്രാമയാണ് കാണിച്ചു കൂട്ടിയത്, എന്തെല്ലാം നാടകമാണ് കാണിച്ചു കൂട്ടിയത്. ഈ കെ ബി ഗണേഷ് കുമാർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ MVDമാർ നമ്മൾ പോകുന്ന റോഡിൻ്റെ ഒക്കെ ഇരുവശങ്ങളിലും വണ്ടി ഇട്ടിട്ട് കിടപ്പുണ്ട്. ഇവരുടെ വണ്ടി കൊണ്ട് ഇടുന്നത് തന്നെ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ എന്താ വെച്ചാൽ വലിയ ട്രാഫിക് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോ പഞ്ചാര മേടിക്കാൻ വേണ്ടി, ഒരു ചായപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവന് ഹെൽമെറ്റ് വെച്ചിട്ടാന്ന് പറഞ്ഞാൽ അവൻ അടിച്ചു കൊടുക്കുന്നത് 500,000. അതല്ലെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ആക്കുക. ഇതൊക്കെ ഏത് രാജ്യത്തുള്ള സംഭവമാണ്? ഇത് കുറച്ച് കൂടുതലാണ്. ഇത് കുറച്ച് കൂടുതലല്ല, ഇത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഈ CPM അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള പല ആളുകളും പറയുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ സർക്കാരിന് വോട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാനൊരു ദിവസം ബൈക്കിൽ പോയി. ആ ബൈക്കിൽ പോകുന്ന സമയത്ത് എനിക്ക് 500 രൂപ പെനാൽറ്റി കിട്ടുന്നു. കാരണം ഒരുത്തൻ്റെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇത്. അപ്പോൾ ഇതൊക്കെ വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സർക്കാർ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. മറ്റൊരു വകുപ്പ് മന്ത്രിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. കാരണം ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ കടന്നപ്പള്ളി രാമചന്ദ്രനും കെ കൃഷ്ണൻകുട്ടിയൊക്കെ പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർഡ് ചെയ്യേണ്ട സമയമായി. രാഷ്ട്രീയ വിശ്രമത്തിലേക്കാണ് അവർ പോകേണ്ടത്. കാരണം കടന്നപ്പള്ളി രാമചന്ദ്രനെയൊക്കെ സംബന്ധിച്ച് ആളുകൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള ഒരു മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വകുപ്പും അതോടൊപ്പം തന്നെ പുരാവസ്തു വകുപ്പുമാണ്. കാരണം പുരാവസ്തു വകുപ്പിനെയും അദ്ദേഹത്തെയും കൂടെ ചേർത്ത് വെച്ച് സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ രജിസ്ട്രേഷൻ വകുപ്പൊക്കെ കുത്തഴിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നേ. രജിസ്ട്രേഷൻ പ്രോസസ്സിനൊക്കെ വരുന്ന കാലതാമസങ്ങൾ, അതിലൊക്കെ വന്നിട്ടുള്ള ചാർജ് വർധനവ്, ഇതിലൊക്കെ ആളുകൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഈ വകുപ്പുകൾ ഭരിക്കാൻ ശേഷിയുള്ള മന്ത്രിമാരെ ഈ സർക്കാർ നിയമിക്കാത്ത പക്ഷം സർക്കാരിന് വൻ തിരിച്ചടി ഉണ്ടാവും. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. വന്യജീവി ആക്രമണം നിസ്സാര കാര്യമല്ല, നിസ്സാരമായിട്ട് തന്നെ കാണാൻ സാധിക്കത്തില്ല. അത് വയനാട്ടിൽ മാത്രമല്ല, ഇടുക്കിയിലുണ്ട്, ഈ പറയുന്ന കോടനാടുണ്ട്, മലയാറ്റൂരുണ്ട്, തൃശ്ശൂരുണ്ട്, ഇങ്ങനെ ഒരുപാട് അതിരപ്പള്ളി, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. കാസർഗോഡുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യശേഷിയും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരു മൊണ്ണയാണ് വനംവകുപ്പിന്റെ മന്ത്രി എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് കാര്യശേഷിയുള്ള ഒരാളാണ് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നേ. കേരളത്തിലെ വനങ്ങളെ കേരളത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളാക്കി മാറ്റാനായിട്ട് വേണമെങ്കിൽ സാധിക്കും. അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികളും ഒക്കെ ഈ നാട്ടിലുണ്ട്. അതിന് ശേഷിയുള്ള സംരംഭകരുണ്ട്. പക്ഷേ ഈ വനംവകുപ്പ് മന്ത്രി സമ്മതിച്ചാൽ മതി. വനംവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചെന്താണ്, വനത്തിലെ തടി ലേലം ചെയ്ത് കൊടുക്കുക, അതിൻ്റെ അകത്ത് നിന്ന് കമ്മീഷൻ പറ്റുക. അത് തകൃതിയായിട്ട് നടക്കുന്നു. ഇതിനപ്പുറത്തേക്ക് AK ശശീന്ദ്രന് വേറെ ഒന്നുമില്ലെന്ന്.
AK ശശീന്ദ്രനൊക്കെ തടിലേലവുമായി ബന്ധപ്പെട്ടിട്ട് വാങ്ങിച്ചിരിക്കുന്ന കൈക്കൂലികളെ കുറിച്ചൊക്കെയുള്ള വാർത്ത നമ്മൾ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടാവത്തില്ല, പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവത്തില്ല. എന്തിനാണ് ഈ വയസ്സനാം കാലത്ത് അയാൾ ഉപദ്രവിക്കാൻ പോകുന്നത് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ സംസ്ഥാന വിജിലൻസ് തന്നെ സ്വമേധയാ കേസെടുത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാറൊക്കെ കുറച്ചുകൂടി ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. ഈ പട്ടിഷോ എന്ന് പറയുന്നത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാർക്ക് വെറുപ്പുണ്ടാക്കും. ആവാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പട്ടിഷോ കാണിക്കുന്നതും കുഴപ്പമില്ല, പക്ഷെ ഇത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാവും. കഴിഞ്ഞ ദിവസം തന്നെ UDF ജയിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു വിദ്യാർത്ഥി നേതാവിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു അവഹേളനമുണ്ട്. പെണ്ണ് കെട്ടി 2-3 മക്കളായതിനു ശേഷവും ബസ്സിൽ കയറി കൺസെഷൻ ആവശ്യപ്പെടും, വിദ്യാർത്ഥി നേതാവാണത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഗണേഷ് കുമാറിനുണ്ട്. ഇതിനു മുമ്പ് ഗണേഷ് കുമാർ ഒരു പ്രാവശ്യം ആരെയാണ് നമ്മുടെ VS അച്യുതാനന്ദനെ വരെ അയാൾക്ക് വേറെ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് ഒരു ആളും ഒരാളെയും അധിക്ഷേപിക്കാൻ പാടില്ല. ആരോപണങ്ങൾ പറയാം, അയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് പറയാം. പക്ഷേ ഈ ചെയ്യാത്ത ഇല്ലാ കഥകൾ വിളിച്ചു പറയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ തന്നെ വിമർശിക്കുന്നവർക്കെതിരെ വളരെ വ്യക്തിഹത്യാപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗണേഷ് കുമാർ തിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തോട് താല്പര്യമുണ്ട്, അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന ഈ കാര്യങ്ങളിലേക്ക് കൂടി അദ്ദേഹത്തിന് ശ്രദ്ധ വരേണ്ടതുണ്ടെന്നേ, അത് വരാത്തടുത്താണ് പ്രശ്നം. പിന്നെ ചിഞ്ചൂറാണ് മൃഗസംരക്ഷണ വകുപ്പും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു കാര്യപ്രാപ്തിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലേക്ക് പോലും ആ പദ്ധതികൾ പോലും കൃത്യമായിട്ട് ഈ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ചിഞ്ചൂറാണി. ഇങ്ങനെയൊക്കെയുള്ള മന്ത്രിമാർ ജയിച്ചു വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് തന്നെ ഒരു അപമാനമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൂടാതെ തന്നെ മറ്റേ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നെ K കൃഷ്ണൻകുട്ടിയും വാർദ്ധക്യം ബാധിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ച് അവരിനി രാഷ്ട്രീയ വിശ്രമത്തിന് പോവുകയാണ് ചെയ്യേണ്ടത്. അവർക്കൊരു അംഗീകാരം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്രാവശ്യം അവരെ മന്ത്രിയാക്കി, നല്ല കാര്യം. പക്ഷേ ഇനി അവരെ മന്ത്രിയാക്കരുത്. അതല്ല എങ്കിൽ കാര്യപ്രാപ്തിയുള്ള കാര്യശേഷിയുള്ള നല്ല ആളുകളെ, നല്ല ഉദ്യോഗസ്ഥന്മാരെ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിക്കാനെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാവണം. ഇത് വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് നിസാരമല്ല. ഈ 3ാം പിണറായി സർക്കാരിൻ്റെ ഒരുപക്ഷെ വരാനുള്ള ഏറ്റവും വലിയ തടസ്സമാകാൻ പോകുന്ന ഒന്നായിരിക്കും ഈ വന്യജീവി ആക്രമണം എന്നുള്ള കാര്യം LDFും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള മറ്റ് മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും എന്നേ പറയാനുള്ളൂ.